നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാലും എനിക്ക് പേടിയുണ്ട് ബാലേട്ടാ. അവളെ കുറിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്നവളാണെന്നാ. പക്ഷെ അവള് തിരിച്ചടിക്കുമെന്ന് നല്ല ഭയമുണ്ട് എനിക്ക്. ഓരോരുത്തരും അവരവരുടെ സുരക്ഷയാ നോക്കിയത്. അത് പ്രകൃതിയുടെ നിയമമാണ്. നമുക്കങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് നോക്കിയാലോ? അകത്ത് നടക്കുന്നത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാം. എന്നാ പിന്നെ അതിന് ലൈവായി പോയി അകത്ത് കിടക്കാം. ശാലിനി വിഷ്ണു പറഞ്ഞതാ. അധികം വൈകാതെ കൊമ്പൊടിഞ്ഞോളൂ. അവര് വരുന്നുണ്ട്. അതെ വരുന്നുണ്ട്. മാഡം 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 പറഞ്ഞിരുന്നല്ലോ. മാഡം ഫയൽ പഠിച്ചു കഴിഞ്ഞോ? മാഡം കഴിഞ്ഞിട്ടില്ല. ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. അതിവിടെയല്ല, വേറൊരിടത്ത്. എക്സാമിന്റെ റിസൾട്ട് കാണണമെന്നുള്ളവർക്ക് എന്റെ ഒപ്പം വരാം. ഒന്ന് വഴി മാറണം. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം. മാഡം 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 പ്ലീസ് പ്ലീസ് മാഡം ഒരു വിശദീകരണം തരണം. മാഡം മാഡം പ്ലീസ് മാഡം, ഇങ്ങനെ അവ്യക്തമായി പറയാതെ കുട്ടികൾക്കുണ്ടായ വിഷബാധയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒന്നേ പറയാനുള്ളൂ, നല്ലതേ നടക്കൂ. ഒന്നും പറയാതെ പോയല്ലോ. ഹലോ, അതെയോ? അതെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് പുതിയൊരു ന്യൂസ് ഉണ്ട്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ സസ്പെൻഷൻ ഉടൻ ഉണ്ടാവുന്നു. പ്രശാന്ത് ക്യാമറ പിടിക്കേ. പ്രശാന്ത്, ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ വിഷബാധയെക്കുറിച്ച് ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു സസ്പെൻഷനിലേക്ക്. നീ അങ്ങോട്ട് ഇരിക്കടാ. എടാ, നിന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞത്? കള്ളൊഴിച്ചും കൂട്ടിക്കൊടുത്തൊന്നും കർട്ടന്റെ പിന്നിലേക്ക് മാറി നിൽക്കേണ്ടവനല്ല ഇനി നീ. അത് നീയേ കിങ്ങാ, കിങ്. ഇരിക്കടാ അവിടെ. എല്ലാം ബാലേട്ടന്റെ അനുഗ്രഹം. ആ ഓർമ്മ ഉണ്ടായിരുന്നാ മതി. നിങ്ങൾ ഓരോന്നിടത്ത് പിടിപ്പിക്കടാ. അപ്പോ എല്ലാവർക്കും cheers. Cheers. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ കുതികാല് വെട്ടിയാലേ ജയം ഉണ്ടാവുമെന്ന് പലരും പറയും. പക്ഷേ വെട്ടുന്നത് ആരുടേതാണെന്ന് നോക്കി വേണം വെട്ടാൻ. വെട്ട് കൊണ്ടിട്ട് തിരികെ എണീറ്റ് വരാൻ ത്രാണിയുള്ളവനാണെങ്കിൽ തൊടാൻ പോകരുത്. ഒറ്റ വെട്ടിന് തീരണം. തീർത്തേക്കണം. ബാലേട്ട, എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. ബാലേട്ടൻ, ആ വിളി എനിക്ക് നന്നായിട്ട് അങ്ങ് സുഖിച്ചു. എടാ, 5-6 വർഷം മുമ്പ് തോളത്തും കൈയിട്ട് ഒന്നിച്ച് പല കന്നന്തിരിവുകൾ കാണിച്ചിട്ടുള്ളവരാ നമ്മള്. എന്നിട്ടും നിനക്കിപ്പം ഞാൻ ബാലേട്ടനായി. എങ്ങനെയാടാ അത്? അതാടാ പൊളിറ്റിക്സിന്റെ ഒരു പവർ.
ഉം. അധികാരവും ഉളുപ്പില്ലായ്മ അല്പം മനസാക്ഷിക്കുറവും കൈ മുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വേഷമൊക്കെ ഇട്ട് ഒരുങ്ങിയങ്ങ് ചെന്നാ ജനിപ്പിച്ച അച്ഛനമ്മമാര് വരെ എഴുന്നേറ്റ് നിന്ന് സാറേന്ന് വിളിക്കും. പിന്നെ നീ ഈ പറയുന്ന ഭയം, അതാ ഞാൻ മുന്നേ പറഞ്ഞത്, വെട്ടുമ്പോ തീർത്ത് വെട്ടണോന്ന്. ഉം. ശാലിനിക്ക് കൊടുത്തിരിക്കുന്നതേ അവളുടെ കഴുത്തോട് ചേർന്നുള്ള വെട്ട. കൊരവള്ളി അടക്കം അറ്റ് വീഴും. ഇനി അവള് ശബ്ദിക്കത്തില്ല. എന്നാലും എനിക്ക് പേടിയുണ്ട് ബാലേട്ട. അവളെ കുറിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്നവളാണെന്നാ. പക്ഷെ അവള് തിരിച്ചടിക്കുമെന്ന് നല്ല ഭയമുണ്ട് എനിക്ക്. ബാലേട്ടന് ചൈന കോളനിയിൽ നിന്ന് കിട്ടിയത് കണ്ടോണ്ടുന്ന ആളല്ല ഞാൻ. എന്തിനും മടിക്കാത്തവളാ ശാലിനി. ആ സംഭവേ എനിക്ക് അല്പം ക്ഷീണം ഉണ്ടാക്കിയെന്നുള്ള സത്യവാ. അവൾക്ക് അല്പം മൈലേജ് കൂടുകയും ചെയ്തു. അല്പമല്ല, നന്നായിട്ടങ്ങ് കൂടി. അതാടാ ഇപ്പൊ ഗുണമായത്. വെള്ളി വെളിച്ചത്ത് നിൽക്കുന്നവരെയാ വെട്ടി വീഴ്ത്താൻ എളുപ്പം. നമ്മളൊന്ന് വെട്ടിയ അസൂയക്കാര് ചേർന്ന് 1000 വെട്ടും. നിലത്തേക്കൊന്ന് വീഴേണ്ട താമസം. ഇലയും ചില്ലയും പഴവും കുരുവൊക്കെ സോഷ്യൽ മീഡിയ പിച്ചി ചീന്തി അങ്ങ് എടുത്തോളും. ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അതാ. തലമണ്ട നോക്കിയല്ലേ ആ സജീവര് അടി കൊടുത്തിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ മാനസിക പീഡനവും സ്വേച്ഛാധിപത്യവും. അതോടെ തീർന്നില്ലേടാ അവള്. സോഷ്യൽ മീഡിയയിലെ അവളെ ഇപ്പൊ പൊങ്കാലിട്ടോണ്ടിരിക്കുക. പക്ഷെ ബാലേട്ട, ഹോസ്പിറ്റലിലായ കുട്ടികളുടെ അവസ്ഥ കുറച്ച് സീരിയസാ. അതിനാർക്കാ ചെയ്തോ ലക്സേ? വെറും ചേരി പിള്ളേര്, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവര്. അലക്സേ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. കുട്ടികളെന്ന് പറയുമ്പോ എല്ലാ കുട്ടികളെ അങ്ങനെ കുട്ടികളായിട്ട് കാണരുത്. മൂക്കൊലിപ്പിച്ച് സർക്കാർ സ്കൂളിൽ പോയി ഉച്ചക്കഞ്ഞിക്ക് കാത്തിരിക്കുന്ന ദരിദ്രവാസി പിള്ളേരെയൊക്കെ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടുണ്ടോ? വഴി വെച്ച് കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കുള്ള വില കൊടുത്താ മതി. വണ്ടിയിടിച്ച് ചത്താലും ആരും ചോദിക്കാനുമില്ല, കണ്ണീരൊഴുക്കാനുമില്ല. പിന്നെ ഇതിന്റെ പേരിൽ കണ്ണീരൊഴുക്കാനും കാണും ചിലര്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവര് സോഷ്യൽ മീഡിയയിൽ 4 വരി എഴുതിയിട്ട കഴിഞ്ഞ അവരുടെ കുത്തിത്തിരിപ്പ് തീർന്നോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.